മലയാള സിനിമയിലെ ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളാണ് കൊച്ചിൻ ഹനീഫ. മലയാളത്തിലും തമിഴിലുമായി അദ്ദേഹം അഭിനയിച്ചത് 300-ലധികം സിനിമകളിലാണ്. കോമഡി വേഷങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ മലയാള സിനിമയിലേക്ക് എത്തുന്നത് 1972 വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചിത്രത്തിലൂടെയാണ്. 1970കളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങളായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് സഹകഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. പതുക്കെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് മാറി. ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രദ്ധേയമായ വേഷം മാന്നാർ മത്തായി സ്പീക്കിങ്ങിലേതായിരുന്നു. എൽദോ എന്ന കഥാപാത്രം വളരെ രസകരമായാണ് അദ്ദേഹം അഭിനയിച്ചത്. ഇതോടുകൂടി ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറാനുള്ള വഴി തെളിയുകയായിരുന്നു. ഹരിശ്രീ അശോകിന്റെയും ദിലീപിന്റെയും കരിയറിലെ പ്രധാന വഴിത്തിരിവായ സിനിമയാണ് പഞ്ചാബി ഹൗസ്. ഈ സിനിമയും അതിൽ കൊച്ചിൻ ഹനീഫ ചെയ്ത ഗംഗാധരൻ എന്ന കഥാപാത്രവും ഒരു ആരാധനാലയം തന്നെയാണ് ഉണ്ടാക്കി തീർത്തത്. ഈ സിനിമയോടുകൂടി ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ എന്ന ത്രയം മലയാള സിനിമയിൽ പിറവിയെടുത്തു. പിന്നീട് അങ്ങോട്ട് ഉദയപുരം സുൽത്താൻ, ഈ പറക്കും തലിക, മീശ മാധവൻ, തിളക്കം, CID മൂസ, റൺവേ, പാണ്ടിപ്പട തുടങ്ങി നിരവധി സിനിമകളിൽ ഇവർ ഒന്നിച്ചെത്തി. 2001 പുറത്തിറങ്ങിയ ഈ പറക്കും തലികയിലെ വീരപ്പൻ കുറുപ്പും അതേ വർഷം പുറത്തിറങ്ങിയ സ്നേഹിതനിലെ സുദർശനനും 2002 പുറത്തിറങ്ങിയ മഴത്തുള്ളി കിലുക്കത്തിലെ മാത്തുക്കുട്ടിയും മീശ മാധവനിലെ ത്രിവിക്രമനുമെല്ലാം വളരെയേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായിരുന്നു. 2001 സിനിമകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു സിനിമ കൂടിയുണ്ട്. അത് എന്താണെന്ന് വഴിയെ പറയാം. 2010 ഫെബ്രുവരി 2 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് 14ാമത് കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ അവാർഡ് പ്രഖ്യാപിക്കുകയും നാളെ ഫെബ്രുവരി 5 കോഴിക്കോട് വെച്ച് അർഹരായവർക്ക് അവാർഡ് കൈമാറുകയും ചെയ്യുകയാണ്. മാധ്യമ മേഖലയിൽ 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും, മനോരമ ന്യൂസ് സീനിയർ എഡിറ്റർ അയ്യപ്പദാസും, മാതൃഭൂമി ന്യൂസ് ചീഫ് സബ് എഡിറ്റർ മാത്തു സജിയും, 24 ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമും, റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺ കുമാറും ബെസ്റ്റ് ന്യൂസ് പെർഫോമർ വിഭാഗത്തിലെ അവാർഡുകൾക്ക് അർഹരായി. അവാർഡ് ജേതാക്കളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട അവാർഡിന് അർഹനായിരിക്കുന്നത് ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറാണ്. ഐക്കൺ ഓഫ് ദ ട്രൂത്ത് അവാർഡിനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന അവാർഡിന് അദ്ദേഹം അർഹനാവുമ്പോൾ സിനിമാ പ്രേമികൾക്ക് ഓർമ്മയിൽ വരുന്നത് 2001 IV ശശി സംവിധാനം ചെയ്ത ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയാണ്. സിനിമയിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച സത്യസന്ധനായ പത്രപ്രവർത്തകൻ TP ചന്ദ്രകുമാർ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ TP നന്ദകുമാർ എന്ന വ്യക്തിയിൽ നിന്നും പിറവിയെടുത്തതാണ്. വധഭീഷണി അടക്കം എത്ര ഭീഷണികൾ നേരിട്ടാലും കേസുകളിൽപ്പെട്ട് ജയിലിൽ വരെ കിടന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും പേടിക്കാതെ ഒരു യഥാർത്ഥ സത്യാന്വേഷകന്റെ ധൈര്യവുമായി മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ നാട് ഇന്നലെ വരെയിൽ TP ചന്ദ്രകുമാർ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ശരിക്കും ഓരോ വെല്ലുവിളികൾ നേരിടുമ്പോഴും നന്ദകുമാർ പറയുന്ന കാര്യം തന്നെയാണ്. അതിന്റെ ശബ്ദിക്കുന്ന തെളിവുകളാണ് ഞാൻ ചന്ദ്രകുമാറിന്റെ സഹായത്തോടെ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒക്കെ ശരി തന്നെ വീണേ, പക്ഷെ ഇതിനിടയ്ക്ക് താൻ ശ്രീധരന്റെ കാര്യം മറന്നു. ഇല്ല സർ, ശ്രീധരനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. പ്ലാപ്പള്ളി ശ്രീധരന് പകരം അമ്പലക്കാടൻ വിനോദാണ് ഇപ്പൊ പോലീസ് സെല്ലിൽ. വെരി ഗുഡ്. ശ്രീധരനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ശരി സർ. പിന്നെ ബീനയുടെ സ്വയരക്ഷയ്ക്ക് ഒരു പോലീസ് തൊപ്പിയെങ്കിലും ഉണ്ട്. പക്ഷേ താൻ സൂക്ഷിക്കണം. അമ്പലക്കാടന്മാർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി SP-ക്ക് കൈമാറിയത് തന്റെ കൂടെ ബുദ്ധിയാണെന്നുള്ള കാര്യം അവരറിയാണ്ടിരിക്കില്ല. ഒരു ഇരുട്ടടി എപ്പോഴും പ്രതീക്ഷിക്കണം. ക്ഷമിക്കണം സർ. കോഴിക്കോട്ടും മലപ്പുറത്തുമുള്ള രാഷ്ട്രീയ ഗുണ്ടകൾ 5-8 തവണ ഇറച്ചി കയറി എന്റെ ഓഫീസും പ്രസും അടിച്ചു തകർത്തപ്പോഴും തകരാതെ നിൽക്കുന്ന ഒന്നുണ്ട് സർ, എന്റെ ആത്മധൈര്യം. ഗുഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. പെട്ടെന്നോർക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ എന്ന നടൻ ചെയ്ത ഹാസ്യ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ കയറി വരുന്നതെങ്കിലും ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കഥാപാത്രങ്ങളും ശക്തമായി തന്നെ അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കലാകാരന് മരണമില്ല എന്ന് പറയുന്നത് തീർച്ചയായും ശരിയാണ്. കാരണം ഇന്ന് ഇൻസ്റ്റഗ്രാം വാഴുന്ന ഈ യുഗത്തിലും കൊച്ചിൻ ഹനീഫയുടെ ട്രോളുകളും മീമുകളും കണ്ടാൽ ഒരു നിമിഷം അതെടുത്തു നോക്കാത്ത ഒരു കുട്ടി പോലും കേരളത്തിലുണ്ടാവില്ല.